ഹായ് ഓൾ, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോനൗൺസ് ആണ്. ഈ പ്രോനൗൺസ് എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു ഭാഗമാണ്. പ്രധാനപ്പെട്ട 8 പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ 8 പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നൗൺ. നൗൺ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. നൗണിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തൊട്ട് മുമ്പത്തെ അധ്യായം കാണണം. ഈ അധ്യായത്തിൽ എന്താണ് പ്രോനൗൺ എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ ഈ ഒരു മേഖലയിൽ റെഫറൻസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കുമൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു അധ്യായമാണ്. അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം. മത്സര പരീക്ഷകളിൽ കേരള PSC പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, എന്താണ് പ്രോനൗൺ? പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോനൗൺ ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നൗൺ ടു അവോയ്ഡ് ദ റിപ്പിറ്റേഷൻ ഓഫ് ദ നൗൺ. അതായത് ഒരു സെൻറ്റൻസിനകത്ത് ഒരു നാമത്തിൻ്റെ ആവർത്തനത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെൻറ്റൻസിനകത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ് നൗൺ എന്ന് പറയുന്നത്, നാമം എന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾ നോക്കിയേ, മിഥുൻ ഇസ് എ ബോയ് എന്ന് പറയുമ്പോൾ മിഥുനാണ് ഇതിലെ നൗൺ എന്ന് പറയുന്നത്. മിഥുനാണ് ഇതിലെ നൗൺ എന്ന് പറയുന്നത്. മിഥുൻ ഇസ് എ ബോയ്. മിഥുൻ സ്റ്റഡീസ് വെൽ. ശ്രദ്ധിക്കുക, ഞാനിത് പറയാണ്. മിഥുൻ ഒരു ബോയിയാണ്. മിഥുൻ ഈസ് എ ബോയ്. എന്നിട്ട് ഞാൻ പറയാണ് മിഥുൻ സ്റ്റഡീസ് വെൽ. ഇങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ മിഥുനെ കുറിച്ച്, മിഥുൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓരോ തവണ മിഥുൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു അരോചകം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള അരോചകം, റിപ്പീറ്റേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പ്രോനൗൺ ഉപയോഗിക്കുന്നത്. മിഥുൻ ഈസ് എ ബോയ്, ഹീ സ്റ്റഡീസ് വെൽ. അതാ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. മിഥുൻ ഈസ് എ ബോയ്, ഹീ സ്റ്റഡീസ് വെൽ. ഹി എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. ഐ, ഹി, ഷീ, യു, വി, ഇറ്റ്, ദേ പോലെയുള്ള വാക്കുകളെയാണ് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാട്ട് ഈസ് പ്രോനൗൺ എന്ന് മനസ്സിലായല്ലോ. പ്രോനൗൺ ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നൗൺ ടു അവോയ്ഡ് റിപ്പിറ്റേഷൻ ഓഫ് ദ നൗൺ. ഓക്കെ, അപ്പോൾ പ്രോനൗൺ ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ നൗൺ. എന്തിനാ? ടു അവോയ്ഡ് ദ റിപ്പിറ്റേഷൻ. റിപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി. പറഞ്ഞതിനകത്ത് റിപ്പിറ്റേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. പ്രോനൗൺ ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നൗൺ ടു അവോയ്ഡ് ദ റിപ്പിറ്റേഷൻ. നൗണിൻ്റെ, നാമത്തിൻ്റെ ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നാമമാണേത്? പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് കൂടുതൽ നോക്കും. രമ്യ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ ബട്ട് ഷീ ഈസ് നോട്ട് ബ്രില്യൻറ്റ്. അവിടെ വീണ്ടും രമ്യ എന്ന് വരേണ്ടതാണ്. രമ്യ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ ബട്ട് ഷീ എന്ന് പകരം ബട്ട് രമ്യ ഈസ് നോട്ട് ബ്രില്യൻറ്റ് എന്നാണ് വരേണ്ടത്. പക്ഷെ നമ്മളത് മാറ്റി ഷീ ആക്കിയിരിക്കുന്നു. കാരണം വീണ്ടും രമ്യ എന്ന് പറയുമ്പോൾ അത് റിപ്പീറ്റേഷൻ ആണ്. സുരേഷ് ആൻഡ് രമേഷ് ആർ ബ്രദേഴ്സ്. സുരേഷ് ആൻഡ് രമേഷ് സ്റ്റഡി ഇൻ ദ സെയിം സ്കൂൾ. അങ്ങനെ പറയുമ്പോൾ റിപ്പീറ്റേഷൻ അല്ലേ? അതുകൊണ്ട് ഈ സുരേഷ് ആൻഡ് രമേഷിന് പകരം ദേ എന്ന പ്രോനൗൺ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പു ഇസ് എ ഗുഡ് ബോയ്, ഹി ഒബേസ് ഹിസ് പാരൻസ്. ഹി, വീണ്ടും അപ്പു എന്ന റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഹി ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് പ്രോനൗൺ. പ്രോനൗൺ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഇംഗ്ലീഷിലെ കൈൻഡ്സ് ഓഫ് പ്രോനൗൺസ്, മൊത്തത്തിലുള്ള പ്രോനൗണുകൾ. ഞാൻ നേരത്തെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ഹി, ദേ, വി, ഇതൊക്കെ പ്രൊനൗൺസ്. ഇറ്റ്, ദാറ്റ്, ദിസ്, ദീസ്, ദോസ് ഒക്കെ പ്രൊനൗൺസ് ആണ്. ഈ പ്രോനൗണുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇതിനനുസരിച്ച്, ഇതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച്, അതിൻ്റെ ഘടനയ്ക്കനുസരിച്ച് ഇവയെ പ്രധാനമായിട്ടും 9 തിരിച്ചിട്ടുണ്ട്. ഈ 9 തരത്തിലുള്ള പ്രോനൗണുകളെ കുറിച്ചും ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് ആവശ്യമാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. കാരണം കേരള PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എല്ലാ പ്രോനൗൺസിനെ കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇനി വരുന്ന ഭാഗം ശ്രദ്ധിക്കുക.
ഞാൻ ആദ്യം എന്താണ് പേഴ്സണൽ പ്രോനൗൺ എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയാം. വാട്ട് ഈസ് പേഴ്സണൽ പ്രോനൗൺ? പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ആളുകളുടെ പേരുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ് പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ആളുകളുടെ പേര് അല്ലേ, അതാണ് പേഴ്സണൽ. അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. പേഴ്സണൽ പ്രോനൗൺസ് വ്യക്തികളുടെ, പേഴ്സൺ മീൻസ് വ്യക്തി, വ്യക്തികളുടെ അല്ലെങ്കിൽ ആളുകളുടെ പേരിന് പകരമായി ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ് പേഴ്സണൽ പ്രോനൗൺസ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രോനൗൺസ്. 3 തരത്തിലുള്ള പേഴ്സണൽ പ്രോനൗൺസ് ഉണ്ട്. 1 ഫസ്റ്റ് പേഴ്സൺ, 2 സെക്കൻഡ് പേഴ്സൺ, 3 തേർഡ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ ഉണ്ട്, തേർഡ് പേഴ്സൺ പ്രോനൗൺ ഉണ്ട്. ഈ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഐ വി പെർസ്പെക്റ്റീവിലുള്ളവയാണ്. ഐ വി പെർസ്പെക്റ്റീവിലുള്ളവയാണ്. അതായത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ വി പെർസ്പെക്റ്റീവിലുള്ളവയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഐ, ഞാൻ. വി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരുണ്ട്? ഞാനുണ്ട് അല്ലേ? ഈ പറയുന്ന ആള് ഉൾക്കൊള്ളുന്ന പ്രോനൗണുകളാണ് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ്. ഐ, ഞാനുണ്ട്. വിയിൽ ഞാനുണ്ട് അല്ലെ? വി, ഞങ്ങൾ എന്നാണ് വി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതിനകത്ത് ആരുണ്ട്? ഞാനുണ്ട്. ഞാൻ എന്ന് പറയുന്ന സംഗതിക്ക് ഏറ്റവും അധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന ഐ വി പേഴ്സ്പെക്റ്റീവിലുള്ള പ്രോനൗണുകളാണ് പേഴ്സണൽ പ്രോനൗണുകളിലെ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണുകൾ. സെക്കൻഡ് പേഴ്സൺ പ്രോനൗണുകളോ? ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാ? ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടയാളാണ് ആര്? നീ അല്ലേ? ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടയാളാണ് നീ. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു, നീയാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐ, വി. അപ്പോൾ യു പേഴ്സ്പെക്റ്റീവിലുള്ളവയെല്ലാം സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗണുകളാണ്. സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ യു പേഴ്സ്പെക്റ്റീവിലുള്ളവയാണ്. തേർഡ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഞാനും നീയുമല്ലാത്തവർ. അത് അവനാവാം അല്ലേ, അവളാവാം, ഞാനാവാം, അവനാവാം, അവളാവാം, ആരും ആവാം. തേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഷീ വരും, ഹീ വരും, ദേ വരും, ഇറ്റ് വരും. അപ്പം ഞാനും നീയുമല്ലാത്തതെല്ലാം തേർഡ് പേഴ്സണൽ പ്രൊനൗൺസുകളാണ്, തേർഡ് പേഴ്സൺ പ്രൊനൗണുകളാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണല്ലോ. പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹി, ഷീ, ദേ, വി എന്നൊക്കെ പറയുന്ന പ്രൊനൗണുകളാണ്. ഈ പേഴ്സണൽ പ്രൊനൗണുകളെ 3 തിരിക്കാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ വി പേഴ്സ്പെക്റ്റീവിലുള്ളവയാണ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു പേഴ്സ്പെക്റ്റീവിലുള്ളവയാണ്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, ദേ പേഴ്സ്പെക്റ്റീവിലുള്ളവയാണ്. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് പേഴ്സൺ ഐ വി. ഐ വി പേഴ്സ്പെക്റ്റീവിലുള്ളവ. ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റു ചില പ്രൊനൗണുകളാണ് മീ, എനിക്ക് എന്ന് പറഞ്ഞതിനകത്ത് ഞാനുണ്ട്. അസ്, നമുക്ക് എന്ന് പറഞ്ഞതിനകത്ത് ഞാനുണ്ട്. മൈ, മൈൻ, അവർ, അവേഴ്സ്, ഈ പറഞ്ഞവയിലെല്ലാം ഞാനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഫസ്റ്റ് പേഴ്സൺ ആണ്. യോ പേഴ്സ്പെക്റ്റീവിലുള്ളവയാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞു. യുവറും യുവേഴ്സും ഒക്കെ ആ കൂട്ടത്തിൽ വരും. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാനും നീയും അല്ലാത്തവർ അല്ലേ? ഹി, ഹിസ്, ഹിം, ഷീ, ഹേഴ്സ്, ഇറ്റ്, ഇറ്റ്സ്. ഞാനും നീ അല്ലാത്ത ആളുകളാണ്. ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേഴ്സൺ ഐ, വി, മീ, അസ്, മൈ, മൈൻ, അവർ പോലെയുള്ള ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസുകൾ. അത് കഴിഞ്ഞാൽ യു, യുവർ, യുവേഴ്സ് എന്ന് പറയുന്ന സെക്കൻഡ് പ്രൊനൗൺസുകൾ. അതുപോലെ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ്. അത് കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഹി, ഹിം, ഹിസ്, ഷീ, ഹെർ, ഹേഴ്സ്, ഇറ്റ്, ഇറ്റ്സ് എന്നിങ്ങനെയാണ്. ഇനി പൊസസീവ് പ്രൊനൗൺസ്. വാട്ട് ഈസ് പൊസസീവ് പ്രൊനൗൺസ്? രണ്ടാമത്തെ വിഭാഗം പ്രൊനൗണുകളാണ് പൊസസീവ് പ്രൊനൗൺസ്. ഇപ്പോൾ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കാറുണ്ട്. ഈ പൊസസീവ് പ്രൊനൗണുകൾ തന്നെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ് പ്രൊനൗണുകൾ എന്ന് വിളിക്കപ്പെടുന്നവയും. ഏതാണ്? മൈൻ, യുവേഴ്സ്, ഹിസ്,
ഹെർ, ഇറ്റ്സ്, അവേഴ്സ്, ദെയേഴ്സ്. എന്താ ഈ പൊസസീവ് പ്രൊനൗൺസ്? പൊസസീവ്, പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? സ്വന്തം എന്ന അല്ലെ? സ്വന്തം എന്നത് സ്വന്തം അല്ലെങ്കിൽ ഇന്നയാളുടെ സ്വന്തമാണ് എന്നുള്ള ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ പൊസഷൻ എന്ന് പറയും. നമ്മൾ പൊസസീവ്നെസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഭർത്താവിന് ഭാര്യയോട് കുറേ സ്നേഹം കൂടിയാൽ പറയുന്നത് അയാൾക്ക് ഭയങ്കര പൊസസീവ്നെസ് ആണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടാണെങ്കിലും പറയുന്നത് ഭയങ്കര പൊസസീവ്നെസ് ആണ് പറയാറുണ്ട്. എന്താ ഈ സ്നേഹം പൊസസീവ്നെസ്സായി മാറുന്നത്? എൻ്റെ സ്വന്തമാണെന്നുള്ള തോന്നലാണ് അല്ലെ? സ്നേഹം കൂടുമ്പോൾ എൻ്റെ സ്വന്തം, എൻ്റെത് മാത്രമാണെന്നുള്ള തോന്നലാണ് ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം എന്ന തോന്നലാണ് അല്ലെങ്കിൽ സ്വന്തം എന്നുള്ള വികാരമാണ്. അപ്പോൾ ഓണർഷിപ്പിനെ കുറിക്കുന്ന പ്രോനൗണുകളാണ് പൊസസീവ് പ്രോനൗൺ. ഓണർഷിപ്പ്, ദിസ് ഇസ് മൈ പെൻ, മൈ പെൻ, എൻ്റെ പെൻ, ഇതിൻ്റെ ഓണർ ഞാനാണ്. അവിടെ മൈ പെൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈ ഉപയോഗിച്ചിരിക്കുന്നു. മൈ എന്ന് പറയുന്നത് എൻ്റെ എന്ന അർത്ഥത്തിലുള്ള ഒരു പൊസസീവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പൊസസീവ് പ്രോനൗൺ ആണ്. നോക്കൂ, മൈൻ എൻ്റേത്, യുവേഴ്സ് നിൻ്റേത്, ഹിസ് അവൻ്റെ, ഹെർ അവളുടെ, ഇറ്റ്സ് ഇതിൻ്റെ അതിൻ്റെ എന്നൊക്കെ അർത്ഥം. അവേഴ്സ് നമ്മുടേത്, ദെയേഴ്സ് അവരുടേത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. മൈൻ എൻ്റേത്, യുവേഴ്സ് നിൻ്റേത്, ഹിസ് അവൻ്റെ, ഹെർ അവളുടെ, ഇറ്റ്സ് ഇതിൻ്റെന്നും അതിൻ്റെന്നും അർത്ഥമുണ്ട്. അവേഴ്സ് നമ്മുടേത്, ദെയേഴ്സ് അവരുടേത്. ഇതൊക്കെ സ്വന്തമെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ഓണർഷിപ്പിനെ കുറിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോനൗണുകളെല്ലാം പൊസസീവ് പ്രോനൗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതെല്ലാം പേഴ്സണൽ പ്രോനൗൺസ് കൂടിയാണ്, വ്യക്തികളെ സൂചിപ്പിക്കുന്നവയാണ്. ഈ പേഴ്സണൽ പ്രോനൗൺസുകളെല്ലാം പൊസസീവ് പ്രോനൗൺസ് കൂടിയാണ്. ഓക്കെ, അടുത്തത് ദിസ് പെൻ ഇസ് മൈൻ. ഉദാഹരണമാണ്, ഈ പേന എൻ്റേതാണ്. എൻ്റേതെന്ന് പറയുന്നത് ഓണർഷിപ്പിനെ കുറിക്കുന്നു. സോ മൈൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ പ്രൊനൗൺ ആണ്, ഒരു പൊസസീവ് പ്രൊനൗൺ ആണ്. ദിസ് ബുക്ക് ഇസ് യോഴ്സ്, ഇതൊരു പൊസസീവ് പ്രൊനൗൺസ് ആണ്. ഈ പുസ്തകം നിൻ്റേതാണ്. മൈ ഫോൺ ഇസ് ഡെഡ്, പാസ് മീ യോഴ്സ്, എൻ്റെ ഫോണ് ഡെഡായിട്ടുണ്ട്, പ്രവർത്തിക്കുന്നില്ല. നിൻ്റേത് എനിക്കിതാ. നിൻ്റേത്, നിൻ്റേത് എന്ന് പറയുമ്പോൾ അത് പൊസസീവ് പ്രൊനൗൺ ആണ്. ഐ ക്രാഷ്ഡ് മൈ ബൈക്ക്. ആരെ ബൈക്ക്? മൈ ബൈക്ക്, എൻ്റെ ബൈക്ക്. ഓക്കെ, ഐ ക്രാഷ്ഡ് മൈ ബൈക്ക് ഇൻ എ ടെലിഫോൺ പോൾ. ഒരു ടെലിഫോൺ പോൾ, ഒരു ടെലിഫോൺ കാലിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വണ്ടി ഇടിച്ചു. അപ്പോൾ ആരെ ബൈക്ക്? എൻ്റെ ബൈക്ക്. എൻ്റെ എന്ന് പറയുമ്പോൾ പൊസഷനാണ്, പൊസസീവ് പ്രൊനൗൺ ആണ് മൈ. ക്ലിയർ ആയല്ലോ? ഇതാണ് പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യം പരിചയപ്പെട്ടാലോ? 2013 LDC വയനാട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ വിഭാഗത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. പ്രൊനൗൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ദ അംബ്രല ഇസ് ഡാഷ്. സിമ്പിളാണ്. ദ അംബ്രല ഇസ് ഡാഷ്. ഇത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ അംബ്രലയുടെ ഓണർഷിപ്പിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, പൊസഷനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അംബ്രല ആരുടെയോ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആരുടെയാണ് എന്ന് താഴെ തന്നിട്ടുണ്ട്. യുവർ എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ്. ഓക്കെ, നമുക്ക് നിന്റെ കുട എന്ന് പറയാം, നിന്റെ കുട എന്ന് പറയാം. കുട നിന്റെ എന്ന് പറഞ്ഞാൽ അതും ഭംഗിയാവില്ലല്ലോ. കുട നിന്റേതാണെന്ന് പറയാം, നിന്റേത്, കുട നിന്റേത് ആണ്. അപ്പൊ നിന്റേതിന് നമ്മൾ യുവേഴ്സ് എന്ന് പറയും, നിന്റെ എന്നതിന് യു എന്ന് പറയും. അപ്പൊ യുവർ എന്ന് പറഞ്ഞാൽ നിന്റെ എന്നുള്ളത് യുവർ, യുവർ എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ് അർത്ഥം. അതുകൊണ്ട് അത് പോരാ, ഇതിന്റെ അവസാനം ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് അത് വരുന്നത്. നിന്റേത്, ഈ കുട, ദിസ് ദ അംബ്രല ഇസ് യുവേഴ്സ് ആണ് വേണ്ടത്, നിന്റേതാണെന്നാണ് വേണ്ടത്, അല്ലാതെ നിന്റെ ആണെന്നല്ല വേണ്ടത്. ഇത് തെറ്റാണ്, മൈ പറ്റൂല, യുവേഴ്സ് ആണ് ഇവിടെ ശരി. ദ അംബ്രല ഇസ് യോഴ്സ്, ഈ അംബ്രല നിന്റേതാണ്. ഓക്കെ, അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ് തന്നെ നമ്മൾ സാധാരണ ഈ നാമത്തിൻ്റെ മുമ്പിൽ വെക്കുന്നതുകൊണ്ട് പിമ്പിൽ വെക്കുന്നതുകൊണ്ട്, അതായത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന പൊസസീവാണ് യുവേഴ്സ്, ഹെർസ്, ഓക്കെ,
അങ്ങനെയുള്ള സാധനം. എന്നാൽ അതിൻ്റെ മുമ്പിൽ വെക്കുന്നതാണ് യുവർ, മൈ, ഹിസ്, ഹെർ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊരു കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ അണ്ടർലൈൻഡ് പ്രൊനൗൺ. Daniel told me to use his new bike. Okay, Daniel told me to use his new bike. ഇവിടെ ഏതായിരിക്കും അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്? ഹിസ് ആണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണെന്ന് ചോദിച്ചാൽ റിലേറ്റീവ് പ്രൊനൗണ്, പൊസസീവ് പ്രൊനൗണ്, പേഴ്സണൽ പ്രൊനൗണ്, റിഫ്ലക്സീവ്. തീർച്ചയായിട്ടും ഇതൊരു പേഴ്സണൽ പ്രൊനൗൺസ് തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ ഉപരി അതൊരു പൊസസീവ് പ്രൊനൗൺ ആണ്, സ്വന്തം എന്ന് പറയാനുള്ളതാണ്. ഹിസ് ന്യൂ ബൈക്ക്, അവൻ്റെ പുതിയ ബൈക്ക്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം പൊസസീവ് ആണ്. എന്നാൽ തള്ളിക്കളയാൻ പറ്റില്ല, ഇതൊരു പേഴ്സണൽ പ്രൊനൗൺ തന്നെയാണ്, അതിനേക്കാൾ ഉപരി അതൊരു പൊസസീവ് പ്രൊനൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം ഇത്തരം ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി അതൊരു പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കാൻ പാടില്ല, അതിനേക്കാൾ കൂടുതൽ ശരിയായ ആൻസർ പൊസസീവ് പ്രൊനൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ്, tell the girls that it's none of that dash business to ask about that. Tell the girls that it's none of dash business to ask about that. ഇത് 2013 LDC അസിസ്റ്റന്റ് ഗ്രേഡ് ടു കമ്പനി എക്സാമിനേഷൻ്റെ ചോദ്യമാണ്. 2013 ടെൽ ദ ഗേൾസ് ദാറ്റ് ഇറ്റ്സ് നൺ ഓഫ് ഡാഷ് ബിസിനസ്. ആരുടെയോ ബിസിനസ് അല്ല അല്ലേ, അതിനെക്കുറിച്ച് ചോദിക്കാൻ അത് അവരുടെ ബിസിനസ് അല്ല എന്ന് ആ പെൺകുട്ടികളോട് പോയി പറയൂ. പെൺകുട്ടികളോട് പോയി പറയൂ എന്ത്? ഇറ്റ്സ് നൺ ഓഫ് ഡാഷ് ബിസിനസ്. ഇത് അവരുടെ ബിസിനസ് അല്ല, അവരുടെ ജോലിയല്ല, അവരുടെ എന്നതിന് നമുക്കിവിടെ ദയർ ഉണ്ട്. ദയർ, ഇതാണ് നൗണ്. ഓക്കെ, ബിസിനസ് നൗണിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്, പൊസസീവ് അഡ്ജക്റ്റീവ്. ഞാൻ പറഞ്ഞല്ലോ പൊസസീവ് പ്രോനൗണിൻ്റെ മറ്റൊരു പേരാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ വേണ്ട പൊസസീവ് അഡ്ജക്റ്റീവ് ദയർ ആണ്, അല്ലെങ്കിൽ പൊസസീവ് പ്രോനൗൺ ദയർ ആണ്. ടെൽ ദ ഗേൾസ് ദാറ്റ് ഇറ്റ്സ് നൺ ഓഫ് ദയർ ബിസിനസ്, അവരുടെ ബിസിനസ് അല്ല. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ വിഭാഗം പ്രോനൗണുകളാണ്. ഇപ്പോൾ ഇത് രണ്ടും പഠിച്ചു അല്ലേ. ഇപ്പോൾ ഏതൊക്കെയാണ് പേഴ്സണൽ പ്രൊനൗൺസ്, ഏതൊക്കെയാണ് പൊസസീവ് പ്രൊനൗൺസിനെ കുറിച്ച് ധാരണയായി. ഇനി ആ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നാൽ മാർക്ക് നഷ്ടപ്പെടില്ല. ഇനി നമുക്ക് വാട്ട് ഈസ് റിഫ്ലക്സീവ് പ്രൊനൗൺ ആൻഡ് വാട്ട് ഈസ് എംഫാറ്റിക് പ്രൊനൗൺ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. റിഫ്ലക്സീവ് പ്രൊനൗൺസും എംഫാറ്റിക് പ്രൊനൗൺസും ഒന്ന് തന്നെയാണ്. SSC പരീക്ഷകളിൽ, PSC പരീക്ഷകളിൽ, ബാഗ് എക്സാമുകളിലൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിൽ പ്രോനൗണിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതലായി ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ റിഫ്ലക്സീവ് പ്രോനൗൺ. എനിക്ക് തോന്നുന്ന ചില പരീക്ഷയുടെ സിലബസിനകത്ത് പ്രോനൗൺ എന്നതിന് പകരം റിഫ്ലക്സീവ് പ്രോനൗൺ എന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ആ റിഫ്ലക്സീവ് പ്രോനൗൺ മാത്രം അത്ര സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. സംഭവം അത്രമാത്രം എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ ഒരു ടോപ്പിക്കിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണത്, നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. നോക്കാം, സബ്ജക്റ്റിൻ്റെ പ്രവൃത്തി അതേ സബ്ജക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് റിഫ്ലക്സീവ് പ്രോനൗണുകൾ ഉപയോഗിക്കുന്നത്. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്നും എംഫാറ്റിക് പ്രോനൗൺ എന്നും വിളിക്കുക. രണ്ടും ഒന്നാണ്, ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഏതൊക്കെയാണ് റിഫ്ലക്സീവ് പ്രോനൗൺസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എംഫാറ്റിക് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? തീർച്ചയായിട്ടും മൈസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, മൈസെൽഫ്, യുവർസെൽഫ്. വീണ്ടും റിപ്പീറ്റ് ആണോ? ഓക്കെ, യെസ്. റിപ്പീറ്റ് ആണ്, സോറി, ഇത് എത്രയും റിപ്പീറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. മൈസെൽഫ് അതിൻ്റെ പ്ലൂരലാണ് അവർസെൽഫ്സ്. മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, അവർസെൽഫ്സ് ഞങ്ങൾ തന്നെ, യോസെൽഫ് നീ തന്നെ, യോസെൽഫ് നിങ്ങൾ തന്നെ, ഹിംസെൽഫ് അവൻ തന്നെ, ദംസെൽഫ് അവർ തന്നെ, ഹിർസെൽഫ് അവൾ തന്നെ, ദംസെൽഫ് അവർ തന്നെ, ഇറ്റ്സെൽഫ് ഇത് തന്നെ, ദംസെൽഫ് അവ തന്നെ, ഇവ തന്നെ, അവ തന്നെ. അപ്പോൾ ഇറ്റ്സെൽഫിൻ്റെ പ്ലൂരലും ദംസെൽസ് ആണ്, ഹെർസെൽഫിൻ്റെയും ഹിംസെൽഫിൻ്റെയും പ്ലൂരലും ദംസെൽസ് ആണ്. ഓക്കെ, അത് അവർ തന്നെ, അവ തന്നെ എന്നൊക്കെയാണല്ലോ ഈ ദംസെൽസിൻ്റെ അർത്ഥം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സെൽഫ് വരുന്ന വാക്കുകളെയാണ് നമ്മൾ റിഫ്ലക്സീവ് പ്രൊനൗൺസ് എന്ന് വിളിക്കുക. അത് തന്നെയാണ് എംഫാറ്റിക് പ്രൊനൗൺസ്. പക്ഷെ അതിൻ്റെ ഉപയോഗത്തിൽ ഇത് രണ്ടും
വേറിട്ട് നിൽക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. റിഫ്ലക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിനെ റിഫ്ലക്സ് ചെയ്യുമ്പോഴാണ്, സബ്ജക്റ്റിനെ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് അതിനെ റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് വിളിക്കാം. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്, ഇത് ഞാൻ സ്വന്തം ചെയ്തു. ഇത് ഞാൻ ചെയ്തു, ഞാൻ സ്വന്തം ചെയ്തതെന്ന് അല്ലേ? ആരാ ചെയ്ത്? ഞാൻ സ്വന്തം. അപ്പോൾ ഐ ഡിഡ് ഇറ്റ്, ഞാനിത് ചെയ്തു. എങ്ങനെ? സ്വന്തം. ദേ ടോൾഡ് ഹിം ദംസെൽവ്സ്, ഇവിടെ ദേയെ ദംസെൽവ്സ് റിഫ്ലക്സ് ചെയ്യുന്നുണ്ട്. അതായത് ദേ ടോൾഡ് ഹിം, അവർ പറഞ്ഞു അവനോട്. ആരാ പറഞ്ഞത്? അവർ തന്നെ. അപ്പൊ അവർ തന്നെ അവനോട് പറഞ്ഞു. ദേ ടോൾഡ് ഹിം ദംസെൽവ്സ്, അവർ തന്നെ അവനോട് പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ആരെ? സബ്ജക്റ്റിനെ റിഫ്ലക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവയെ റിഫ്ലക്സീവ് എന്ന് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, എംഫാറ്റിക് എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ കൂടുതൽ എംഫസൈസ് ചെയ്യണം, സബ്ജക്റ്റിന് ഊന്നൽ കൊടുക്കാനാണ് എന്തുപയോഗിക്കുന്നത്? ഇവിടെ ഈ പറയുന്ന പ്രോനൗൺ ഉപയോഗിക്കുന്നത്. ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ്, ഇവിടെ പറഞ്ഞു ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്, ഞാൻ ആണ് ചെയ്തത്, സ്വന്തമായിട്ടാണ് ചെയ്തതെന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത് ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണിത് ചെയ്തത്, ഞാൻ തന്നെയാണിത് ചെയ്യുന്നത്. അവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ ചില സമയത്ത് ഇപ്പോൾ എന്താ പറയുക, ഒരു ജോലി ചെയ്ത ഒരാളെ കുറിച്ച് പറയാം. ഇപ്പം ഞാനൊരു ജോലി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ എന്താ പറയുക വീട് വൃത്തിയാക്കി. സാധാരണ രീതിയിൽ വീടൊക്കെ വൃത്തിയാക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എങ്ങനെ പറയാം? അമ്മേ അല്ല അച്ഛാ, ഞാൻ വീട് വൃത്തിയാക്കി. ഐ ക്ലീൻഡ് ദ റൂം മൈസെൽഫ്, ഐ ക്ലീൻഡ് ദ ഹൗസ് മൈസെൽഫ്. ഞാൻ ഈ വീട് വൃത്തിയാക്കി, സ്വന്തമായിട്ടാണ് വൃത്തിയാക്കിയെന്ന് അതിൻ്റെ അർത്ഥം മൈസെൽഫ് എന്ന് പറയുമ്പോൾ. ഐ ക്ലീൻഡ് ദിസ് ഹൗസ് മൈസെൽഫ്. പക്ഷെ ഒരിക്കലും പണിയെടുക്കാത്ത ഞാൻ പണിയൊന്നും എടുക്കാറില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര അധികം പ്രസക്തിയുണ്ട്. സ്വാഭാവികമായി ഞാൻ എന്നെ എംഫസൈസ് ചെയ്ത് പറയേണ്ടതുണ്ട്. അപ്പം ഞാൻ പറയും ഐ മൈസെൽഫ് ക്ലീൻഡ് ദിസ് ഹൗസ്. മദർ, ഫാദർ, ഐ ക്ലീൻഡ് മൈസെൽഫ് ദിസ് ഹൗസ്. ഐ മൈസെൽഫ് ക്ലീൻഡ്. ഐ മൈസെൽഫ്, ഞാൻ തന്നെയാണ്, വേറൊരാളെ ഞാൻ കൂട്ടിന് വിളിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രീതിയിൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ദേ ദംസെൽവ്സ്, അതായത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഈ പറയുന്ന പ്രൊനൗൺസ് വരുന്നതെങ്കിൽ അപ്പോൾ അത് എംഫാറ്റിക് ആണ്. രണ്ടും ഒന്നാണ്. ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടിനെയും രണ്ട് പേരിട്ട് വിളിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2015 ചോദിച്ചൊരു ചോദ്യം, ഐ വാഷ്ഡ് ഡാഷ് ഇൻ ദ റിവർ. ഐ വാഷ്ഡ് ഡാഷ് ഇൻ ദ റിവർ. ഇവിടെ വേറൊന്നും ആലോചിക്കാനില്ല. എംഫാറ്റിക് ആണോ റിഫ്ലക്സീവ് ആണോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഉത്തരം എഴുതിയാൽ മതി. ഐനെ റിഫ്ലക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മൈസെൽഫാണ്. ഐ വാഷ്ഡ് മൈസെൽഫ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്സീവ് ആണോ അല്ലെങ്കിൽ എംഫാറ്റിക് ആണോ? പറയൂ. ഇവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഐ, അതായത് വെർബ് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് റിഫ്ലക്സീവ് ആണ്. അതായത് ഐനെ റിഫ്ലക്സ് ചെയ്യുന്നു. ഈ മൈസെൽഫ് കിടക്കുന്നത് ഇവിടെ ആയിരുന്നെങ്കിൽ അത് എംഫാറ്റിക് ആവും, ഐ മൈസെൽഫ് എന്നാവും. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്കതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഐ വാഷ്ഡ് മൈസെൽഫ്. ഐൻ്റെ റിഫ്ലക്സീവ് ഏതാ? മൈസെൽഫ്. ഹി ആണെങ്കിൽ ഹിംസെൽഫ്, ഷീ ആണെങ്കിൽ ഹെർസെൽഫ്, ദേ ആണെങ്കിൽ ദംസെൽസ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. മൈ ബ്രദർ ആൻഡ് ഐ പെയിന്റഡ് ദ ഫ്രണ്ട് ഡോർ ഓഫ് our house. My brother and I painted the front door of our house. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ഞാനും എൻ്റെ ബ്രദറും എന്ത് ചെയ്തു? പെയിൻ്റ് അടിച്ചു. ഞാനും എൻ്റെ ബ്രദറും. അപ്പം ഞങ്ങൾ തന്നെ ആരാണ്? മൈ ബ്രദർ ആൻഡ് ഐ, ഞങ്ങൾ രണ്ടുപേരുണ്ട് അല്ലേ? മൈ ബ്രദർ ആൻഡ് ഐ പെയിന്റഡ് ദ ഫ്രണ്ട് ഡോർ അവർ ഹൗസ് അവർ സെൽഫ്സ് ആണ് അല്ലെ? ഞാനുണ്ട്, എൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ മൈൻ്റെയും ഐൻ്റെയും കൂടി അതുകൊണ്ട് അവർ സെൽഫ് അല്ലേ? അതായത് രണ്ടും കൂടെ കൂടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ്. അപ്പോൾ വി അവർ സെൽഫ്സ്, വീൻ്റെത് അവർ സെൽഫ്സ്. ഓക്കെ, യെസ്. അടുത്തത് ഐ ലുക്ക്ഡ് ഡാഷ് ഇൻ ദ മിറർ. ഇതൊരിക്കൽ ചോദിച്ച ചോദ്യമാണ്.
ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഉത്തരം തെറ്റും. സ്വാഭാവികമായിട്ടും ഇവിടെ വെർബുണ്ട്, സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐനെ റിഫ്ലക്സ് ചെയ്യുകയാണ്. അവിടെ ഒരു റിഫ്ലക്സീവ് പ്രോനൗണാണ് വേണ്ടത്. ഐനെ റിഫ്ലക്സ് ചെയ്യുന്നത് മൈസെൽഫാണ്. സ്വാഭാവികമായും മൈസെൽഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മൈസെൽഫ് എന്ന് എഴുതും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ലുക്ക്ഡ് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ അറ്റ് കൂടി വേണം. ലുക്ക്ഡ് അറ്റ് എന്നാണ്, അറ്റ് അവിടെ മിസ്സിങ് ഉണ്ട്. നമ്മൾ നോക്കുക എന്നുള്ളത് ലുക്കറ്റ് എന്നല്ല പറയാം. ആ മിസ്സിങ്ങുള്ള അറ്റ് കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ അറ്റ് പ്ലസ് മൈസെൽഫാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള ചില ചതിയൻ ചോദ്യങ്ങളും ചിലപ്പോൾ ചോദിച്ചേക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു കെണി ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് നാലാമത്തെ ടൈപ്പ് ഓഫ് പ്രോനൗൺ ആണ്. നാലാമത്തെ ടൈപ്പ് ഓഫ് പ്രോനൗണിൻ്റെ പേരാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള സംശയം ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. ഡെമോൺസ്ട്രേറ്റീവ്, വാട്ട് ഈസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ തിരഞ്ഞെടുക്കുക എന്ന രീതിയിൽ പോലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒരു പോയിന്റും ആവശ്യമില്ലാത്തതില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഡെമോൺസ്ട്രേറ്റീവിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. എന്താണ് ഡെമോൺസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ? പോയിന്റ് ഔട്ട് കാണിക്കും, ചൂണ്ടിക്കാണിക്കുക. ദിസ്, ദാറ്റ്, ഇത്, അത്, ദീസ്, ദോസ്, ഇവ, അവ, ഈ പറയുന്ന 4 എണ്ണമാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൂണ്ടിക്കാണിക്കാൻ, പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് ഇത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇത്, അത്, ഇവ, അവ. ഓക്കെ, പോയിന്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഈ ദിസും ദാറ്റും എന്താണ്? സിംഗുലർ ആണ്. ദീസ് എന്ന് പറയുന്നത്, ദോസ് എന്ന് പറയുന്നതും പ്ലൂരലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദിസ്, ദീസ്, ടു പോയിന്റ് ഔട്ട് സംതിങ് ദാറ്റ് ഇസ് നിയർ, അടുത്തുള്ളതാണ്. അടുത്തുള്ളതിനെ പറയാനാണ് നമ്മൾ ദിസ് അല്ലെങ്കിൽ ദീസ് എന്ന് പറയുക. ഒന്നുകിൽ ദിസ്, ഇത്, അല്ലെങ്കിൽ ഇവ, ദീസ്. അടുത്തുള്ള ഒരെണ്ണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് പെൻ. അടുത്തുള്ള കുറേ എണ്ണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീസ് പെൻസ്, ഓർ ദീസ് സ്റ്റുഡൻസ്, ഓർ ദീസ് ബുക്സ്, ഓർ ദീസ് സംതിങ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ഗുഡ് അംബ്രല്ല. അംബ്രല്ല ഒന്നേ ഉള്ളൂ, അടുത്തുള്ളതിനെ കുറിക്കാനാണ്. അപ്പോൾ ദിസും ദീസും അടുത്തുള്ളതിനെ സൂചിപ്പിക്കുമ്പോൾ ദാറ്റും ദോസും അകലെയുള്ളതിനെ, അതായത് ടു പോയിന്റ് ഔട്ട് സംതിങ് ദാറ്റ് ഇസ് ഫാർ, അകലെയുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. ദാറ്റ് ഈസ് എ പെൻ, ദാറ്റ്സ് എ മാൻ, ദാറ്റ്സ് എ ബുക്ക്, ദോസ് ആർ ബുക്സ്. കുറേ ഉണ്ടെങ്കിൽ ദോസ് യൂസ് ചെയ്യും, ഒരെണ്ണം ഉള്ളെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് എ പെൻ, ദോസ് ആർ പെൻസ്, ദാറ്റ് ഈസ് എ ബുക്ക്, ദോസ് ആർ ബുക്സ്. മനസ്സിലായില്ലേ? യെസ്, അപ്പോൾ ഇതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ഇതെങ്ങനെ എക്സാമിന് ചോദിക്കാം നോക്കാം. We are going to Idukki again. Dash weekend. Do you want to come? Okay. ഇവിടെ മിസ്സിംഗ് ഉള്ള ഭാഗത്ത് ഏതാ ഫില്ല് ചെയ്യാം? വി ആർ ഗോയിങ് ടു ഇടുക്കി അഗൈൻ. ഞങ്ങൾ വീണ്ടും ഇടുക്കിക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ വീക്കെൻഡിൽ, ഈ അതായത് അടുത്തുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ദിസ് അല്ലേ? സ്വാഭാവികമായിട്ടും ദിസ് സിംഗുലർ ആണ്, അതുകൊണ്ട് ദിസ് വീക്കെൻഡ്. എന്നാൽ നോക്കി അടുത്ത ചോദ്യം. ഹലോ ഡാഷ് ജാഫർ, can I speak to രഞ്ജിത്ത് പ്ലീസ്? ഓക്കെ, അപ്പോൾ പറയാണ് ഹലോ ഡാഷ് ജാഫർ, ഇങ്ങനെ അല്ലേ കാണിക്കാണ്. ദിസ് ഇസ് ജാഫർ, ഇത് ഒരാളേ ഉള്ളൂ. അപ്പോൾ ദീസ് അല്ല വേണ്ട, ദിസ് ആ വേണ്ട. can I speak to രഞ്ജിത്ത് പ്ലീസ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നെയിം ടു ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ഇങ്ങനെയും ചോദിച്ചോളെ. 2 ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസുകൾ കണ്ടെത്താൻ എഴുതാൻ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് പറയണം പോയിന്റ് ഔട്ട് അല്ലെ, പെട്ടെന്ന് വരണം. എന്ത്? ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുള്ളതാണ്, പോയിന്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ദിസ്, അല്ലെങ്കിൽ ദീസ്, അല്ലെങ്കിൽ ദാറ്റ്, ദോസ്. ഇവിടെ ദാറ്റ് ഉണ്ട്, പക്ഷെ വി ഈസ് നോട്ട് എ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. അപ്പോൾ അതല്ല ഉത്തരം. ദീസ് അല്ലേ, പ്ലൂറലായിട്ടുള്ള ഇതിനെ ദീസ്, ഇവ, അത് ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ദാറ്റ്, അത് ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ഇത് ആൻസർ ആണ്.
ദിസ് ആൻസർ ആണ്, പക്ഷെ ദം അല്ല. ഇത് ബിയും അവറും ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത പോയിന്റിലേക്ക്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്. എന്താ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈച്ച്, എയ്തർ, നെയ്തർ, ഈച്ച്, എയ്തർ, നെയ്തർ, ഇവയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്. ഇവ എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. ഇവയെ തുടർന്ന് വരുന്ന നൗണും വെർബും സിംഗുലർ ആയിരിക്കണം. സിംഗുലർ ആണ്. അപ്പോൾ ഇവർ സിംഗുലറിൻ്റെ ആൾക്കാരാണ്. ഈച്ച്, എയ്തർ, നെയ്തർ, ഇവ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ആണ്. ശ്രദ്ധിക്കുക, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് പ്രൊനൗണിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ കോൺകോഡ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം, ഈ വിഭാഗത്തിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഈച്ചും, എയ്തറും, നെയ്തറും ഇവ എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. ഈച്ച്, എയ്തർ, നെയ്തർ ആർ ഓൾവേസ് സിംഗുലർ ആൻഡ് ആസ് സച്ച് ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ സിംഗുലർ നൗൺ. അതായത് എപ്പോഴും ഈച്ച് കഴിഞ്ഞിട്ട് വരുന്ന നൗണ് സിംഗുലർ ആയിരിക്കണം. ഈച്ച് ബോയ്. അത് കഴിഞ്ഞ് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഈച്ച് കഴിഞ്ഞാൽ സിംഗുലർ ആയിരിക്കണം. ഈച്ച് കഴിഞ്ഞ് വരുന്ന നാമം സിംഗുലർ ആയിരിക്കണം, വെർബ് സിംഗുലർ ആയിരിക്കണം. അതേപോലെ തന്നെ എയ്തർ കഴിഞ്ഞ് വരുന്ന നാമം സിംഗുലർ ആയിരിക്കണം, വെർബ് സിംഗുലർ ആയിരിക്കണം. നെയ്തർ കഴിഞ്ഞ് വരുന്ന നാമം സിംഗുലർ ആയിരിക്കണം, വെർബ് സിംഗുലർ ആയിരിക്കണം. എയ്തർ റോഡ് സിംഗുലർ, ലീഡ്സ് സിംഗുലർ. നെയ്തർ അക്വസിഷൻ സിംഗുലർ, ഈസ് സിംഗുലർ. ഈച്ച് ബോയ് വാസ് ഗിവൺ എ പ്രൈസ്. ഓരോ ബോയ്ക്കും പ്രൈസ് കിട്ടി, അല്ലെ? പ്രൈസ് നൽകപ്പെട്ടു. എയ്തർ റോഡ് ലീഡ്സ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. എയ്തർ, അല്ലെ? ഓരോ റോഡും അല്ലെങ്കിൽ ആ റോഡും ഈ റോഡും ലീഡ്സ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നെയ്തർ അക്വസേഷൻ, ഒരു അക്വസേഷൻ തന്നെ, അത് ഒരു എന്ന് പറഞ്ഞാൽ അതും ഇതും ഓരോന്നും രണ്ടും ഇസ് ട്രൂ, ശരിയല്ല. ഓക്കെ, അപ്പോ ഇങ്ങോട്ട് വരിക. ഈച്ചിന്റെ കൂടെ അല്ലെങ്കിൽ എയ്തറിന്റെ കൂടെ നെയ്തറിന്റെ കൂടെ ഓഫ് ഉണ്ടെങ്കിൽ സംഗതി ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈച്ച്, എയ്തർ, നെയ്തർ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഈച്ചും എയ്തറും നെയ്തറും കഴിഞ്ഞാൽ സിംഗുലർ ആയിരിക്കും. സിംഗുലർ നൗണ്, സിംഗുലർ വെർബ്. പക്ഷേ ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് ഇങ്ങനെയാണത് വരുന്നതെങ്കിൽ അവ കഴിഞ്ഞിട്ട് വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം, വെർബ് സിംഗുലർ ആയിരിക്കണം. നൗണ് പ്ലൂറലും വെർബ് സിംഗുലറും. ഒരിക്കൽ കൂടി പറയാം. ഈച്ച്, എയ്തർ, നെയ്തർ എന്നിവ വന്നാൽ സിംഗുലർ ആണ്. ഓക്കെ, സിംഗുലർ നൗണ്, സിംഗുലർ വെർബ്. എന്നാൽ ഈച്ചിന്റെ കൂടെ ഓഫ്, അതുപോലെ എയ്തറിന്റെ കൂടെ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് എന്നിങ്ങനെ വന്നാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. പ്ലൂറൽ പ്ലസ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഈച്ച് ഓഫ് ദ ആൻസേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, ഇസ് സിംഗുലർ. നെയ്തർ ഓഫ് വന്നതുകൊണ്ട് ദ ടു ബുക്സ് പ്ലൂറലും ഇസ് സിംഗുലറുമാണ്. ഈച്ച് ഓഫ് ദ ആൻസേഴ്സ് ഇസ് കറക്റ്റ്, ഓരോ ആൻസറും ശരിയാണ്. നെയ്തർ ഓഫ് ദ ടു ബുക്സ്, രണ്ട് പുസ്തകവും ഇസ് മൈൻ, എൻ്റെതല്ല. നെയ്തർ എന്നാ പറഞ്ഞ നോട്ട്, അല്ലെ, നെഗറ്റീവാണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ അർത്ഥത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ ഈച്ചിൻ്റെയും എയ്തറിൻ്റെയും അർത്ഥം ആർക്കെങ്കിലും വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാനൊന്ന് വ്യക്തമാക്കാം. ഈച്ചിൻ്റെ അർത്ഥം ഓരോ എന്ന അർത്ഥമുണ്ട്, ഓരോന്നും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഈച്ച് സ്റ്റുഡൻറ്, ഓരോ വിദ്യാർത്ഥിയും, ഹാസ് ബീൻ ഗിവൺ ദെയർ ഓൺ നമ്പർ, അവരവരുടെ ഈച്ച് സ്റ്റുഡൻറ് ഹാസ് ബീൻ ഗിവൺ, ഓരോ സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്തു, ഓരോ നമ്പർ, അവർക്ക് അവരുടേതായ നമ്പർ നൽകപ്പെട്ടു. ഈച്ച് മാൻ, ഓരോ ആളും, ഹാസ് ഹിസ് ലിമിറ്റേഷൻ, ഓരോ ആൾക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, പ്രതിസന്ധികളുണ്ട്. ഈച്ച് മാൻ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഹിസ് ഓൺ ഫേറ്റ്, ഓരോ മനുഷ്യനും അവനവൻ്റെ വിധിയുടെ ശില്പിയാണ്.
ഈച്ച് ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ മാത്രമല്ല ഇൻഡിവിജ്വൽ ഐറ്റം എന്നുണ്ട് കേട്ടോ. ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിനും ഒരു നമ്പറുണ്ട്. ഓരോ വ്യക്തിഗത ഐറ്റത്തിനും ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഓരോ വ്യക്തിഗത ഇനത്തിനും ഒരു നമ്പറുണ്ട്. ഇതാണ്. അപ്പോൾ ഓരോ എന്ന അർത്ഥത്തിലും ഓരോന്നും എന്ന അർത്ഥത്തിലും ഈച്ച് ഉപയോഗിക്കുന്നു. എയ്തർ രണ്ടിലൊന്ന് അല്ലെങ്കിൽ രണ്ടും എന്ന അർത്ഥത്തിൽ രണ്ടിലൊന്ന് അല്ലെങ്കിൽ രണ്ടും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. യു ക്യാൻ പാർക്ക് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. അപ്പോൾ രണ്ട് സൈഡ് ഉണ്ട്, രണ്ട് സൈഡിൽ ഒരു സൈഡിൽ പാർക്ക് ചെയ്യാം. രണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡ് പാർക്ക് ചെയ്യാം. അപ്പോൾ രണ്ടിലും പാർക്ക് ചെയ്യാം. അപ്പോൾ രണ്ടും എന്ന അർത്ഥമുണ്ട്, രണ്ടിൽ ഒന്നും എന്നും അർത്ഥമുണ്ട് അല്ലേ. The offices on either side were empty. രണ്ട് സൈഡിലുള്ള ഓഫീസും എംറ്റി ആണ്. A man alone is either a saint or a devil. അതായത് തനിച്ച് നിൽക്കുന്ന മനുഷ്യൻ ഒന്നുകിൽ ഒരു സെയിന്റ് ആവാം, ഒരു സന്യാസിയാവാം, ഒരു ഡെവിൽ, ഒരു ചെകുത്താനാവാം. Either of the plans is equally dangerous. രണ്ട് പ്ലാനും ഒരുപോലെ അപകടകരമാണ്. I don't think either of us wants that to happen. എനിക്ക് തോന്നുന്നില്ല either of us നമ്മൾ രണ്ടു പേർക്കും അത് സംഭവിക്കണമെന്ന് ആഗ്രഹമില്ല. ഓക്കെ. നെയ്തർ നെഗറ്റീവായിട്ടുള്ള പ്രയോഗമാണ്. രണ്ടുമില്ല എന്നാണ് അർത്ഥം. നെയ്തർ രാജു നോർ റഹീം. രാജുവിനും റഹീമിനും ക്യാൻ സ്പീക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല. രണ്ടാക്കും പറ്റൂല, രണ്ടുമില്ല. നെയ്തർ ഓഫ് ദം ലുക്സ് ഹാപ്പി. രണ്ടാളും സന്തോഷവാന്മാരല്ല. നെയ്തർ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റും സത്യസന്ധമല്ല. ഹി നെയ്തർ സ്മോക്സ് നോർ ഡ്രിങ്ക്സ്. മൂപ്പര് എന്ത് ചെയ്യുന്നില്ല, പുക വലിക്കൂല, കുടിക്കൂല. ഹി നെയ്തർ കൺഫേംഡ് നോർ ഡിനൈഡ് ദ റൂമേഴ്സ്. അദ്ദേഹം കിംവദന്തികൾ നെയ്തർ കൺഫേംഡ്, അദ്ദേഹം സമ്മതിച്ചതുമില്ല, ഡിനൈഡ്, അദ്ദേഹം നിഷേധിച്ചതും ഇല്ല. അപ്പോൾ രണ്ടുമില്ല എന്ന അർത്ഥത്തിനാണ് നെയ്തർ ഉപയോഗിക്കാറുള്ളത്. ഇനി പരീക്ഷയ്ക്ക് ഇത് വരാറുണ്ട്. ധാരാളം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള, ഇപ്പോൾ ഈ 2 ആഴ്ച മുമ്പ് നടന്നുള്ള എക്സാമിന് വരെ ഈ വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. വിച്ച് ഇസ് എ പ്രൊനൗൺ വോൺ പോലീസ് കോൺസ്റ്റബിൾ. ഇങ്ങനെ ഒരു ലളിതമായ ചോദ്യം 2016 ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു പ്രോനൗൺ ഉണ്ട് പോലും. പെട്ടെന്ന് പ്രോനൗണിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഏതാ പ്രോനൗൺ? ഐ, ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, അതാണ് പ്രോനൗൺ എന്നാണ് പഠിച്ചു വെക്കുക പൊതുവെ. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ ചോദ്യം പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ഈച്ച്, എയ്തർ, നെയ്തർ ഇവയൊക്കെ പ്രോനൗൺസുകളാണ്. ഈച്ചും എയ്തറും നെയ്തറും പ്രോനൗൺ ആണെന്ന് പഠിച്ച് നമ്മളോട് ചോദിക്കുകയാണ് ഇതിലേതാ പ്രോനൗൺ എന്ന്. ഓൺ എന്ന് പറയുന്നത് പ്രപ്പോസിഷനാണ്, ബട്ട് എന്ന് പറയുന്നത് കൺജങ്ഷനാണ്, ആൻ എന്ന് പറയുന്നത് ആർട്ടിക്കിളാണ്. ആൻ ഈസ് എൻ ആർട്ടിക്കിൾ, ബട്ട് ഈസ് എ കൺജങ്ഷൻ, ഓൺ ഈസ് എ പ്രപ്പോസിഷൻ, ഈച്ച് ഈസ് എ pronoun. Okay. Next. Dash boy was given a present. Dash boy was given a present. ഇവിടെ നമുക്ക് ഏതായിരിക്കും ശരി ഉത്തരം? സം ബോയ്. ഇല്ല, ബോയ് സിംഗുലർ, വാസ് സിംഗുലർ വന്നിട്ടുണ്ട്. ബോത്തൊക്കെ പ്ലൂറലാണ്. പിന്നെ അതുമല്ല, ഇത് വായിക്കുമ്പോൾ തന്നെ കിട്ടും നമുക്ക്. ഈച്ച് ബോയ് വാസ് ഗിവൺ എ പ്രസന്റ്. ഓരോ ബോയ്ക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? പ്രസന്റ് കിട്ടിയിട്ടുണ്ട്. ആറാമത്തേത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. എന്താ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ? ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ മീനിങ്. ആളുകളെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പറയാൻ, അതായത് ഒരു ഡെഫിനിറ്റ് ആയിട്ട് പ്രത്യേകം എടുത്ത് പറയാനല്ല, ജനറലായി പറയാൻ ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ. അവ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ സൂചിപ്പിക്കുന്നതായിരിക്കില്ല. അങ്ങനത്തെ കുറേ പ്രോനൗൺസ് ഉണ്ട്. ഉദാഹരണമായിട്ട് സംവൺ, ആരോ, സംതിങ്, ഏതോ, സംബഡി, ആരോ, സം, ഏതോ, എനി, ഏത്, ഏതെങ്കിലും, എനിവൺ, ആരെങ്കിലും, എനിത്തിങ്, ഏതെങ്കിലും, എനിബഡി, ആരെങ്കിലും, വണ്ണ്, ആരോ അല്ലെങ്കിൽ എല്ലാവരും, നണ്ണ്, ആരും, നോബഡി, ആരും, നത്തിങ്, ഒന്നുമില്ല അല്ലേ, എവരിവൺ, എല്ലാവരും, എവരിബഡി, എല്ലാവരും, ഫ്യൂ, ചിലർ, കുറച്ച്, മെനി അല്ലെ, ധാരാളം, ഓൾ, എല്ലാം. ഈ അർത്ഥത്തിലൊക്കെ ആരോ, എന്തോ, ഏതോ എന്ന് പറയാൻ
ഒരു തരത്തിലുള്ള ഉറപ്പില്ല. ജനറലായിട്ട് പറയാം ആരോ എന്തോ അല്ലെ ഏതോ. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊനൗൺസും ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ്. അതിൽ പ്രധാനപ്പെട്ടവയാണ് തന്നിരിക്കുന്നത്. വൺ ഷുഡ് നെവർ ടോളറേറ്റ് ഇൻജസ്റ്റിസ്. ഈ വൺ ആരാ? വൺ നെവർ ടോളറേറ്റ്, അനീതി ആരും തന്നെ സഹിക്കില്ല. വൺ അത് ആരും സഹിക്കാൻ പാടില്ല. അനീതി ആരും എന്ത് ചെയ്യാൻ പാടില്ല, സഹിക്കേണ്ടതില്ല. വൺ ഷുഡ് നെവർ ടോളറേറ്റ്. ആരാ വൺ? ആരും. അപ്പൊ ഇതിൽ കുറെ ആൾക്കാരാണ് അല്ലെ ജനറലായിട്ട് പറയാണ്. സം ആർ ബോൺ ഗ്രേറ്റ്. ചിലർ മഹാന്മാരായി ജനിക്കുന്നു. ചിലർ, സം. നൺ ഓഫ് ദം ഇസ് ബെഡ്. അവരിൽ ആരും തന്നെ മോശമല്ല. നൺ, ആരും. ഓക്കെ, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. പരീക്ഷയ്ക്ക് വൺ എന്ന് പറയുന്ന ഈ ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ പലപ്പോഴായിട്ട് ചോദിച്ചതുകൊണ്ട് പറയാണ് വാട്ട് ആർ സെറ്റ് ഡിറ്റർമൈനർ ആൻഡ് പ്രോനൗൺ. ഈ വൺ ഒരു പ്രോനൗണുമാണ്, അതേസമയം ഇറ്റ്സ് ഡിറ്റർമിനറുമാണ്. വൺ ഒരേ സമയം ഡിറ്റർമിനറും പ്രോനൗണുമാണ്. വൺ ഈസ് യൂസ്ഡ് ടു മീൻ പീപ്പിൾ ഇൻ ജനറൽ. വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സൂചിപ്പിക്കാൻ വേണ്ടി പീപ്പിളുടെ ജനറലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആളുകളെ പൊതുവായി പറയാൻ സബ്ജക്റ്റായും ഒബ്ജക്റ്റായിട്ടും വൺ ഉപയോഗിക്കുന്നു. വൺ സബ്ജക്റ്റായിട്ട് വരുന്ന വാക്യങ്ങളിൽ പ്രോനൗണും എന്തായിരിക്കും? വൺ തന്നെയായിരിക്കും. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒരു സെൻറ്റൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നയാളാണ് സബ്ജക്റ്റ്. ഹി, ഷീ, ദേ. ഈ ഹി, ഷീ, ദേ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് വരുന്ന ഇതര വാക്കുകളെ വൺ, അതുപോലെ ചില ആർട്ടിക്കിളുകൾ ഉപയോഗിക്കും. എ, ഇവയൊക്കെ നമ്മൾ ഡിറ്റർമിനർ എന്നാണ് വിളിക്കുക. എ സ്റ്റുഡൻറ്റ് ഇസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്. സ്റ്റുഡൻറ്റ്, ആ എ എന്ന് പറയുന്നത് ഡിറ്റർമിനറാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള പ്രോനൗണുകളോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ ഒക്കെ ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോഴാണ് നമ്മൾ അതിന് ഡിറ്റർമിനർ എന്ന് പറയുക. അപ്പോൾ ഈ വൺ എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമിനറായിട്ടും യൂസ് ചെയ്യും. അതായത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വൺ ഉപയോഗിക്കും, അത് ഡിറ്റർമിനറാണ്. ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കും, സെൻറ്റൻസിൻ്റെ നടുക്കിൽ അതിൻ്റെ പ്രോനൗണായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇവിടുത്തെ റൂൾ ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റായിട്ട് വൺ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോനൗണും, അതായത് ഡിറ്റർമിനറായി വൺ ഉപയോഗിച്ചാൽ അതിൻ്റെ പ്രോനൗണും വൺ തന്നെയായിരിക്കണം. നമ്മൾ സാധാരണ രീതിയിൽ രാജേഷ് എന്നുള്ളതാണ് സബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ പ്രോനൗൺ ഹിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹി ആയിരിക്കും, അല്ലേ? സോറി, ഹി ആയിരിക്കും. എന്നാൽ ഒരു പെണ്ണാണെങ്കിൽ, ശ്രുതി എന്നാണെങ്കിൽ ഹി ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വണ്ണാണ് സബ്ജക്റ്റ് എങ്കിൽ വണ്ണ് തന്നെയാണ് അതിൻ്റെ പ്രോനൗൺ. ഓക്കെ, വൺ ഷുഡ് നെവർ ക്രിട്ടിസൈസ് ഇഫ് വൺ നോട്ട് ഷുവർ ഓഫ് വൺസ് ഫാക്ട്സ്. ഒരാളെ കുറിച്ചുള്ള വസ്തുത അറിയില്ലെങ്കിൽ അയാളെ കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഇഫ് വൺ ഇതിവിടെ സബ്ജക്റ്റ് വൺ ആണ്. ഡിസൈർസ് ടു സക്സീഡ് ഇൻ എനിത്തിങ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾക്ക് ജയിക്കണമെന്ന് തോന്നിയാൽ വൺ മസ്റ്റ് പേ ദ പ്രൈസ്. അതിനെന്ത് ചെയ്യണം? വൺ ഡിസൈർസ് ടു സക്സീഡ് ഇൻ എനിത്തിങ്, വൺ മസ്റ്റ് പേ ദ പ്രൈസ്. നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഒരു കൊട്ടേഷനാണ്, അവിടെ നമ്മൾ എഫർട്ട് ഇടേണ്ടി വരും. വൺ കാൺട്ട് എൻജോയ് വൺ സെൽഫ് ഇഫ് വൺ ഈസ് ടു ടയേർഡ്. ഒരാൾ ക്ഷീണിതനാണെങ്കിൽ അയാൾക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. ഓൺലി ഇഫ് വൺ ബിലീവ്സ് ഇൻ സംതിങ് ക്യാൻ വൺ ആക്ട് പർപ്പസ്ഫുള്ളി. അതായത് ഒരാൾ ഒരു കാര്യത്തിൽ ഇഫ് വൺ ബിലീവ്സ് ഇൻ സംതിങ്, ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വൺ ക്യാൻ എന്താണ് ആക്ട് പർപ്പസ്ഫുള്ളി, അവർക്ക് പർപ്പസ്ഫുള്ളി ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ ഒന്നും അർത്ഥമല്ല ഇവിടെ പ്രശ്നം. സബ്ജക്റ്റായിട്ട് വരുന്നത് വണ്ണാണെങ്കിൽ ഒബ്ജക്റ്റായിട്ട് വരുന്നത് പ്രോനൗൺ ആയിട്ട് വരുന്നത് വണ്ണായിരിക്കും. സബ്ജക്റ്റായിട്ട് വരുമ്പോൾ പ്രോനൗൺ ആയിട്ട് വണ്ണായിരിക്കും. ഇതാണ് ഇവിടുന്ന് പഠിക്കേണ്ട റൂള്. പരീക്ഷയ്ക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾ കാണാറുണ്ട്. When one is angry, dash may talk in loud voice. When one is angry, dash may talk in loud voice. സാധാരണ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾ ദേഷ്യത്തിലാണെങ്കിൽ അയാളുടെ ശബ്ദം ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് വണ്ണാണ്. സ്വാഭാവികമായും ഇതിൻ്റെ പ്രോനൗണാണ് ഇവിടെ വേണ്ടത്. വണ്ണിൻ്റെ പ്രോനൗൺ വണ്ണ് തന്നെയാണ്. When one is angry, one may talk in loud voice. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. ഡാഷ് ഹാപ്പൻഡ് ടു ലിവർപൂൾ ലാസ്റ്റ് സീസൺ, ദേ പ്ലേഡ് റിയലി ബാഡ്ലി. ഇവിടെ സൂട്ടാവുന്ന ഏതാ? സംതിങ് ഹാപ്പൻഡ് ടു ലിവർപൂൾ ലാസ്റ്റ് സീസൺ. എന്തോ സംഭവിച്ചിട്ടുണ്ട് ലിവർപൂളിന്. വേറെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ലിവർപൂളിന് എന്തോ, ഇവിടെ എന്തോ ആണ് ചെയ്യുക. എന്തോ എന്നതിന് ഇംഗ്ലീഷിൽ സംതിങ് എന്നാ പറയാ. സംബടി എന്ന് പറഞ്ഞാൽ ആരോ, എവരി വൺ എല്ലാവരും, സംവൺ ആരോ.
ഇതാണ് ഇവിടെ ഏത് തരത്തിലുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്, ഇവിടെ ഏത് തരത്തിലുള്ള ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ് യോജിക്കുന്നത്? സംതിങ്. ഓക്കെ. ഹി ക്ലെയിംഡ് ദാറ്റ് ഹി ഡിഡ് ഡാഷ് റോങ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഹി ഡിഡ് ഡാഷ് റോങ്, ഒന്നും തന്നെ അല്ലേ, അതായിരിക്കില്ല അവിടെ കറക്റ്റായിട്ട്. ഹി ക്ലെയിംഡ്, അദ്ദേഹം വാദിക്കുന്നത് എന്താണ്? അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒന്നും തന്നെ എന്നതിൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രണോൺ ഏതായിരിക്കും? ഇതൊരു ഇൻഡെഫിനിറ്റ് ആയിട്ട് പറയുകയാണ്, ഒന്നും തന്നെ. നത്തിങ് അല്ലേ, നോബഡി പറ്റൂല, എനിവൺ പറ്റൂല, എനിവേർ പറ്റൂല. നത്തിങ്, ഒന്നും തന്നെ. ഹി ക്ലെയിംഡ് ദാറ്റ് ഹി ഡിഡ് നത്തിങ് റോങ്. ഓക്കെ. അടുത്തത് റെസിപ്രോക്കൽ പ്രൊനൗൺസ്. ഏഴാമത്തെ പ്രോനൗൺ ആണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ്. റെസിപ്രോക്കൽ പ്രൊനൗൺസ് പരസ്പരം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ്. ഈച്ച് അതറും വൺ അനദറുമാണ് പരസ്പരം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രോനൗണുകൾ. ഈ ഈച്ച് അതറിനെയും വൺ അനദറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ്. ഈച്ച് അതർ ഈസ് യൂഷ്വലി യൂസ്ഡ് വെൻ സ്പീക്കിംഗ് ഓഫ് ടു പേഴ്സൺസ് ഓർ തിങ്സ്. രണ്ട് വ്യക്തികളെയോ രണ്ട് വസ്തുക്കളെയോ സൂചിപ്പിക്കാനാണ് ഏതുപയോഗിക്കുന്നത്? ഈച്ച് അതർ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈച്ച് അതർ ഈസ് യൂഷ്വലി യൂസ്ഡ് വെൻ സ്പീക്കിംഗ് ഓഫ് ടു പേഴ്സൺസ് ഓർ ടു തിങ്സ്. രണ്ടാളുകളെ, ഇപ്പോൾ ഇതൊരാൾ ഇതൊരാൾ, ഇവർ രണ്ടാളും പരസ്പരം റിങ്, മോതിരം കൈമാറി. പരസ്പരം രണ്ടാൾക്കാരുള്ളത്, അപ്പോൾ പരസ്പരം. മേരി ആൻഡ് ജോൺ ഗേവ് ഈച്ച് അതർ ഗോൾഡ് റിങ്സ് ഓൺ ദെയർ വെഡിങ് ഡേ. കല്യാണ ദിവസം മേരി ജോണും പരസ്പരം എന്ത് ചെയ്തു? മോതിരം കൈമാറി. എത്ര ആൾക്കാരുണ്ട്? രണ്ടുപേര്. അതുകൊണ്ട് ഈച്ച് അതർ. ഷീജ ആൻഡ് സീന ബ്ലെയിംഡ് ഈച്ച് അതർ. ഷീജയും സീനയും പരസ്പരം എന്ത് ചെയ്തു? കുറ്റപ്പെടുത്തി. എന്നാൽ നേരെ മറിച്ച് വൺ അനദർ ഉപയോഗിക്കുന്ന സന്ദർഭം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് യൂഷ്വലി യൂസ്ഡ് വെൻ സ്പീക്കിംഗ് ഓഫ് മോർ ദാൻ ടു തിങ്സ്. രണ്ടിൽ കൂടുതൽ ആൾക്കാർ, രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വൺ അനദർ ഉപയോഗിക്കും. ഇപ്പൊ നോക്കിയേ, രണ്ടിൽ കൂടുതൽ കുറെ കുട്ടികളുണ്ട്. ഈ കുട്ടികൾ പരസ്പരം ഫുട്ബോൾ തട്ടി കളിക്കുകയാണ്, പരസ്പരം. അപ്പോൾ ദേ ആർ എന്താണ്? ദ കിഡ്സ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ കിക്കിംഗ് ദ ബോൾ ടു വൺ അനദർ. ബോൾ വൺ അനദർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവിടെയും പരസ്പരത്തിനുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൺ അനദർ ആണ്, നേരത്തെ ഈച്ച് അതർ ആണ്. ഈച്ച് അതർ ഉപയോഗിക്കാൻ കാരണം രണ്ടുപേരാണ്. വൺ അനദർ ഉപയോഗിക്കാൻ കാരണം രണ്ടിൽ കൂടുതൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്നത് കൊണ്ടാണ്. The three sisters quarreled with one another. മൂന്ന് സിസ്റ്റേഴ്സ് പരസ്പരം വഴക്കിട്ടു. മൂന്ന് സിസ്റ്റേഴ്സ്, ഒരാള്, രണ്ടാള്, മൂന്നാള്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കിട്ടു. നേരത്തെ പറഞ്ഞ ഷീനയും ഷീജയും രണ്ടുപേരേ ഉള്ളൂ. അതുകൊണ്ട് ദ ഈച്ച് അതർ അല്ലേ, ദ ക്വാറൽഡ് ഈച്ച് അതർ. ഇവിടെ ദ ക്വാറൽഡ് വൺ അനദർ. യെസ്. അപ്പൊ ഇതാണ് ഈച്ച് അതറും വൺ അനദറും തമ്മിലുള്ള ഡിഫറൻസ്. ഇവയെ വിളിക്കുന്ന പേരാണ് എന്ത്? റെസിപ്രോക്കൽ പ്രൊനൗൺസ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്തേ. വിച്ച് ഇസ് ദ റെസിപ്രോക്കൽ പ്രൊനൗൺ ഇൻ ദ സെന്റൻസ്? The teacher asked the students they should help each other in solving the questions. Which is a reciprocal pronoun in the sentence? The teacher asked the students they should help each other in solving the problems. അപ്പോൾ നോക്കിയേ, the teacher asked the students they should help each other. പരസ്പരം സഹായിക്കണം എന്തില്? സോൾവിങ് ക്വസ്റ്റ്യൻസില്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈച്ച് അതർ പരസ്പരം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഈച്ച് അതർ ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിയേ. വിച്ച് ഇസ് എ റെസിപ്രോക്കൽ പ്രൊനൗൺ ഇൻ ദ സെന്റൻസ്? ദേ ആർ ഓൾവേസ് ഹെൽപ്ഫുൾ വിത്ത് ഈച്ച് അതർ. എവിടെയും നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് തന്നെയാണ് ആൻസർ. ഇനി നമുക്ക് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ്. വാട്ട് ആർ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ്? വളരെ സിമ്പിളാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ് ഇന്ററോഗേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രധാനമായും ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, വാട്ട്, വേർ അല്ലേ, ഇതെല്ലാം വൈ
ഒക്കെ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഹു ആർ യു, വാട്ട് ഈസ് യുവർ ഫ്രണ്ട്സ് നെയിം, വിച്ച് കളർ ഡു യു പ്രിഫർ, ബൈ ഹൂം വാസ് ഓർഡർ എക്സിക്യൂട്ടഡ് അല്ലേ, ബൈ ഹൂം ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് അല്ലേ, ബൈ ഹൂം വാസ് ദ ഓർഡർ എക്സിക്യൂട്ടഡ്, ആരിനാലാണ് ഈ ഓർഡർ. അപ്പോൾ ഇത്തരത്തിലുള്ള ബൈ ഹൂം എന്ന് പറയുന്ന പ്രയോഗവും ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയിട്ട് വരും. വൈ ചേർന്നിട്ടുള്ള ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസുകളുണ്ട്, ഹൂ, വിച്ച്, വാട്ട്. അതായത് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ WH വേർഡുകളെല്ലാം ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസുകളാണ്. അതിനകത്ത് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഈ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? ഡാഷ് വാണ്ട്സ് ടു കം വിത്ത് മീ. ആർക്കാണ് എൻ്റെ കൂടെ വരേണ്ടത്? ആർക്ക്, ആര്, ആർക്ക്, ഹൂ അല്ലേ. നെക്സ്റ്റ്, ഡാഷ് ഡിഡ് ഹി സേ, എന്താണ് പറഞ്ഞത്? അപ്പം എന്ത്, വാട്ട് ഡിഡ് ഹി സേ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ബൈ ഡാഷ് വാസ് എ പോയം റിട്ടൺ, ആരിനാൽ, ആരാൽ, ആരാൽ ആണ് എന്നതിന് ബൈ ഹൂം ആണ് യൂസ് ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 9ാമത്തെ പ്രൊനൗൺ ആണ് റിലേറ്റീവ് പ്രൊനൗൺ. ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട പ്രൊനൗൺ ആണ്. ഇതൊരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് വരുന്ന അധ്യായം റിലേറ്റീവ് പ്രൊനൗണിനെ കുറിച്ചായിരിക്കും. ഇതിൻ്റെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള, അതായത് പരീക്ഷകളിൽ വരാവുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിന്റുകളും നമ്മൾ വളരെ വൃത്തിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. എങ്കിലും എന്താണെന്ന് ജസ്റ്റ് നമുക്ക് ഈ അധ്യായത്തിൽ ഒന്ന് പറഞ്ഞു പോവാം. റിലേറ്റീവ് പ്രൊനൗൺസ് റിലേറ്റ് ഓർ റിഫർ എ നൗൺ വിച്ച് ഹാസ് ഡൺ ബിഫോർ. നേരത്തെ പറഞ്ഞ ഒരു നാമത്തിന് പകരമായിട്ട് ഒരു വാചകത്തിൽ തന്നെ പറയുന്ന പ്രോനൗണുകളാണ് റിലേറ്റീവ് പ്രൊനൗൺ. അതെങ്ങനെയാണ്? പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗണുകളാണ് ഹു, ഹൂസ്, ഹൂമ്, വിച്ച്, ദാറ്റ്. സാധാരണ പേഴ്സൺസിനും അനിമൽസിനും തിങ്സിനുമാണ് ഇവ ഉപയോഗിക്കാറുള്ളത്. വ്യക്തികൾക്കും അനിമൽസിനും തിങ്സിനും ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ് ഈ പറഞ്ഞ ഹു, ഹൂസ്, ഹൂമ്, വിച്ച്, ദാറ്റ്. ഇതിൽ അധികമായിട്ട് നമ്മൾ വ്യക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് മൂന്നാണ്, ഹു, ഹൂസ്, ഹൂം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ this is the person, this is the person, dash came yesterday. അപ്പോൾ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ ഡാഷ് കഴിഞ്ഞിട്ടൊരു വെർബാണ് വരുന്നതെങ്കിൽ ഹു ആയിരിക്കും ആൻസർ. എന്നാൽ this is the person dash purse was lost. ഇവിടെ പേഴ്സ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഇവിടെ ഡാഷ് കഴിഞ്ഞ ഒരു നൗണാണ് വരുന്നതെങ്കിൽ ഹൂസ് ആണ് ശരി ഉത്തരം. എന്താണ്? ഹൂസ്. എന്നാൽ ദിസ് ഈസ് ദ പേഴ്സൺ ഡാഷ് ഐ ആം വെയിറ്റിംഗ് ഫോർ. ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു പ്രോനൗണാണ് വന്നിരിക്കുന്നത്. ഒരു പ്രോനൗണാണ്, പ്രോനൗൺ. അങ്ങനെ പ്രോനൗണാണ് ഡാഷ് കഴിഞ്ഞ് വരുന്നതെങ്കിൽ ഇവിടെ വേണ്ടത് ഹൂം ആയിരിക്കും. അപ്പോൾ വ്യക്തികളെ കുറിക്കുന്ന ഹൂ, ഹൂസ്, ഹൂം എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ചോദ്യം വരുമ്പോൾ ഒരു ഡാഷ് കഴിഞ്ഞിട്ട് വെർബ വരുന്നെങ്കിൽ ഹൂ, ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പേഴ്സ് പോലെയുള്ള ഒരു നൗൺ, ഒരു വസ്തുവിൻ്റെ പേരാണെങ്കിൽ ഹൂസ് ആണ് വരിക. അത് കഴിഞ്ഞ് ഐ, ഹി, ഷീ ഇതേപോലെയുള്ള സാധാ പ്രോനൗൺസാണ് വരുന്നതെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് വരുന്നത് ഹൂം ആയിരിക്കും. ഓക്കെ. ഇനി വിച്ചും ദാറ്റും ഈ പറയുന്നവർക്കൊക്കെ പകരം ദിസ് ഈസ് ദ പേഴ്സൺ ദാറ്റ് കെയിം യെസ്റ്റർഡേ എന്ന് പറയാം. ദാറ്റ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വിച്ചും ദാറ്റും അത്തരത്തിൽ റിപ്ലേസ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ ഞാൻ അടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ കുറേ സമയം കളയുന്നില്ല. ഇപ്പം പറഞ്ഞ വ്യക്തികളെ കുറിച്ച് ഹൂ, ഹൂം, ഹൂസും വിച്ചും ദാറ്റും ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ സ്ഥലം പറയാനും സമയം പറയാനും ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ് വേറും വെന്നും. വേർ കണ്ടാൽ അറിയാം സ്ഥലത്തെ സൂചിപ്പിക്കാനാണ്. വെൻ കണ്ടാൽ അറിയാം സമയത്തെ സൂചിപ്പിക്കാനാണ്. കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗണുകൾ ഉണ്ട് കൂട്ടത്തിൽ. കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഭാഗമുള്ള റിലേറ്റീവ് പ്രൊനൗൺ. ഹൂ എവർ, ഹൂസ് എവർ, ഹൂം എവർ, വിച്ച് എവർ, വാട്ട് എവർ, വേർ എവർ, വാട്ടെവർ, വേറെവർ, വാട്ടെവർ, വാട്ട്സ് ഓവർ, ഇവയെ നമ്മൾ കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് വിളിക്കുക. രണ്ട് ഭാഗമുള്ളത് കൊണ്ട്. കുറേ എക്സാമ്പിൾസ് നോക്കൂ. ദ പോസ്റ്റ്മാൻ ഹൂ ലിവ്സ് ഇൻ ദ വില്ലേജ് ഇസ് വെരി ഓൾഡ്. ലിവ്സ് വെർബാണ്,
വ്യക്തിയെക്കുറിച്ച് പറയുന്നു, വെർബാണ്, അതുകൊണ്ട് ഹൂ. ദ മാൻ ഹൂ കെയിം വെർബാണ്, ഇത് വ്യക്തിയെക്കുറിച്ച് പറയുന്നു, അതുകൊണ്ട് ഹൂ. ഷീ ഈസ് വൺ ഹൂം, ഇവിടെ പ്രോനൗൺ ആണ്, അതുകൊണ്ട് വ്യക്തിയെക്കുറിച്ച് പറയുന്നു, പ്രോനൗൺ ആണ്, അതുകൊണ്ട് ഹൂം. മേരി ഹൂം ഐ, പ്രോനൗൺ ആണ് ഐ, അതുകൊണ്ട് ഹൂം. പിക്കാസോ ഈസ് എ പെയിന്റർ, ഇവിടെ പെയിന്റിങ്സ് നൗൺ ആണ്, അതുകൊണ്ട് ഹൂസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളത്. ദിസ് ഈസ് ദ ബോയ് ഹൂസ് മദർ, മദർ ഒരു പ്രോനൗൺ ആണ്, സോറി മദർ ഒരു നൗൺ ആണ്, അതുകൊണ്ട് ഹൂസ്. ഓക്കെ. ദ പപ്പി ഒരു വസ്തുവാണ്, സോറി പപ്പി ഒരു ജീവിയാണ്. അപ്പോൾ അനിമൽസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിച്ച് ഉപയോഗിക്കും. ഓക്കെ. ദ പപ്പി വിച്ച് ഐ റെസ്ക്യൂഡ് വാസ് ബ്ലാക്ക് വൺ. ദിസ് ഈസ് ദ ഡോഗ് വിച്ച്. അനിമൽസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിച്ച് യൂസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ അനിമൽസിനെ കുറിച്ച്, മനുഷ്യനുൾപ്പെടെയുള്ള അനിമൽസിനെ കുറിച്ച്, വ്യക്തികളാണെങ്കിൽ ഹൂ ഹൂ ഹൂസ് ദാറ്റ് ഉപയോഗിക്കാം. കൂടാതെ അനിമൽസ് ആണ്, മൃഗങ്ങളൊക്കെ ആണെങ്കിൽ വിച്ചും ഉപയോഗിക്കാം. ദ ഹൗസ് ഹൂസ് റൂഫ് ഈസ് ഓൾഡ് ബിലോങ്സ് ടു മീ. ദ ഡോഗ് ഹൂസ്. അപ്പോൾ നോക്കിയേ, വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും ഹൂസ് ഉപയോഗിക്കാം. മനുഷ്യൻ ഉപയോഗിക്കുന്ന ഹൂസ് മൃഗത്തിനും വസ്തുക്കൾക്കും ഉപയോഗിക്കാം. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാത്തത്. കാരണം ഇത് മാത്രമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഒരു സംശയമില്ലാത്ത വളരെ വൃത്തിയായിട്ട് പഠിക്കാൻ അടുത്ത അധ്യായം മറക്കാത്ത കാണാം. ഓക്കെ. ദാറ്റ് ഐ നോ. ദ ഹൗസ് ദാറ്റ് ഒരു വസ്തുവിന് വേണ്ടി ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ദാറ്റ് വസ്തുവിന് മാത്രമല്ല മനുഷ്യന്മാർക്കൊക്കെ ദാറ്റ് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ദിസ് ഈസ് ദ ബോയ് ദാറ്റ് ഐ ടോൾഡ് യു, ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നു ബോയിനെ സൂചിപ്പിക്കാൻ. ദിസ് ഈസ് ദ ബെസ്റ്റ് ദാറ്റ്. ദ ഹവർ വെൻ ടൈമിനെ സൂചിപ്പിക്കുന്നു. ദിസ് ഈസ് ദ പ്ലേസ് വേർ സ്ഥലത്തിനെ സൂചിപ്പിക്കുന്നു. ടേക്ക് വിച്ചെവർ ഇതൊരു കോമ്പൗണ്ട് പ്രോനൗൺ ആണ്. ഐ വിൽ ഫോളോ യു വേറെവർ, എവിടേക്ക് നീ പോകുന്നു അവിടേക്ക് ഞാൻ വരും. അപ്പോൾ വേറെവർ ഇതൊരു കോമ്പൗണ്ട് പ്രോനൗൺ ആണ്. ഓക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാത്ത അടുത്ത അധ്യായം ഇതായതുകൊണ്ടാണ്. വെറുതെ ഈ ചോദ്യം ചെയ്ത് നോക്കിയേ. ദി സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ദാറ്റ് സാക്രിഫൈസ്ഡ്. ഒരു സംശയം വേണ്ട, വ്യക്തിയെ കുറിച്ച് പറയുന്നു, ഇവിടെ വെർബ് വരുന്നു, അപ്പോൾ ഹൂ ആയിരിക്കും. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ, ഇതാണ് വ്യക്തി ഗേൾ, ഇവിടെ വെർബ്. അപ്പോൾ ദിസ് ഈസ് ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ഹൂ സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ ഹർ ഫ്രണ്ട്. ഈ കഥ എന്ന് പറയുന്നത് സുഹൃത്തിനു വേണ്ടി ജീവിതം സാക്രിഫൈസ് ബലിയർപ്പിച്ച ഒരു കുട്ടിയുടെ കഥയാണ്. കവിത സ്നേക്ക്. സ്നേക്ക് എന്ന് പറയുന്നത് ഒരു ജീവിയാണ്. ഡാഷ് ഷി തോട്ട് വുഡ് ബൈറ്റ് ഹർ. തീർച്ചയായിട്ടും അവിടെ വിച്ചാണ് സൂട്ടബിൾ. ഒരു അനിമലിനെ കുറിക്കാൻ നമ്മൾ വിച്ചാണ് ഉപയോഗിക്കുക. ദിസ് ഇസ് ദ മാർക്കറ്റ്. മാർക്കറ്റ്, ദിസ് ഇസ് ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് ആണ്. അപ്പോൾ വേർ ദ വെജിറ്റബിൾസ് ആർ സോൾഡ്. സിമ്പിൾ. ഇനി ഈ പാഠത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം. ഓർഡർ ഓഫ് ദ പേഴ്സണൽ പ്രൊനൗൺസ്. ഈ പേഴ്സണൽ പ്രൊനൗൺസ് ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവയ്ക്കൊരു ഓർഡർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാനും നീയും അവനും സിനിമയ്ക്ക് പോയി. അപ്പോൾ നമ്മൾ എന്താ പറയുക? മലയാളത്തിൽ പറയുകയാണ് ഞാനും അവനും നീയും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും ഞാനും നീയും അവനും. എങ്ങനെ പറഞ്ഞാലും നമുക്ക് എന്തില്ല, കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഞാനാണ് ആദ്യം പറയാം, പിന്നെ നീ പറയും, പിന്നെ അവൻ. അല്ല, അങ്ങനെയല്ല പറയാം. ഞാനും നീയും അവനും സിനിമയ്ക്ക് പോയി. ഐ, യു ആൻഡ് ഹി വെൻ ഫോർ എ മൂവി എന്നാ പറയാം. പക്ഷെ അത് ഇംഗ്ലീഷിൽ അത് തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. നമ്മൾ ഒരിക്കലും നമുക്ക് പ്രാധാന്യം കൊടുക്കരുത്. അതിന് നമ്മൾ റൂൾ 231 എന്നാ പറയാം. റൂൾ 231, റൂൾ 231 അതിന് പറയാം. When all the personal pronouns are singular, the order is second, third, first. അതായത് ആദ്യം സെക്കൻഡ് പേഴ്സൺ പറയണം. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഐ പേഴ്സ്പെക്റ്റീവ്, യു പേഴ്സ്പെക്റ്റീവ്, ആൻഡ് എന്താണ് ഹി ഓർ ഷീ അല്ലെങ്കിൽ ദ പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ ഐ പേഴ്സ്പെക്റ്റീവിലുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്. പക്ഷെ അതൊരിക്കലും നമ്മൾ ആദ്യം പറയരുത്. ആദ്യം യു പേഴ്സ്പെക്റ്റീവിലുള്ള സെക്കൻഡ് പേഴ്സൺ പറയണം. യു സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ആദ്യം യു പറയണം. യു, ഹി ആൻഡ് ഐ എന്ന് പറയാൻ പാടുള്ളൂ. ഇവിടെ നോക്കിയേ, യു, ഷീ ആൻഡ് ഐ. നീയും അവളും ഞാനും were best friends, നല്ല കൂട്ടുകാരായിരുന്നു. യു ആൻഡ് ഹി ആൻഡ് ഐ സപ്പോർട്ടഡ് ഹർ. നീയും അവനും ഞാനും അവളെ സപ്പോർട്ട് ചെയ്തു. യു, ജോൺ ആൻഡ് ഐ. നീയും ജോണും ഞാനും
വിൽ റൈഡ് ടുഗദർ, ഒരുമിച്ച് റൈഡ് ചെയ്യും. യു, ഹി ആൻഡ് ഐ ഹാഡ് ഗോൺ ഫോർ ഷോപ്പിംഗ്, നീയും അവനും ഞാനും ഷോപ്പിങ്ങിന് പോയിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഞാനും നീ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒരൊറ്റ സെൻറ്റൻസിൽ വരുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൻ്റെ പേരാണ് റൂൾ 231. റൂൾ 231 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, പിന്നെ ഫസ്റ്റ് പേഴ്സൺ. ഇതാണ് പൊതു നിയമം. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ പറയുന്നവ എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഓക്കെ. എന്നാൽ നേരെ മറിച്ച് ഈ പറയുന്നവ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗിൽട്ട്, ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു തെറ്റ് ഏറ്റു പറയുന്ന സെന്റൻസ് ആണെങ്കിൽ നമ്മളെ പേര് ആദ്യം പറയണം. അതൊക്കെ ഇംഗ്ലീഷിൻ്റെ ഒരു മര്യാദയുടെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സെന്റൻസ് നോക്കിയേ, ഐ, യു ആൻഡ് ഹി ആർ ഫോൾട്ട്. നമ്മൾ മൂന്നാളും ചെയ്തത് തെറ്റാണ്, നമുക്ക് മൂന്നാൾക്കും തെറ്റിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗിൽട്ട്, ഒരു കുറ്റം സമ്മതിക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആദ്യം പറയേണ്ടത് നമ്മളെ, രണ്ടാമത് നിന്നെ, മൂന്നാമത് അവനെ അവളെ. അതായത് റൂൾ 1, 2, 3 ആ കേസിലാണ് റൂൾ. നേരത്തെ നമ്മൾ റൂൾ 231 ആണ് നേരത്തെ പറഞ്ഞ പൊതുവായിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ റൂൾ 231, നെഗറ്റീവായ കാര്യം പറയുമ്പോൾ റൂൾ 1, 2, 3. ഐ, യു ആൻഡ് ഹി വിൽ ആസ്ക് ഫോർ എ പാർഡൻ. ഓക്കെ, ക്ഷമ ചോദിക്കുന്ന കാര്യം, അതൊരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു ഗിൽട്ട് പറയുകയാണ്. യു ആൻഡ് ഷി ആർ അറ്റ് ഫോൾട്ട്. നിങ്ങൾ രണ്ടും പറഞ്ഞ തെറ്റാണ്. അപ്പം നീ കഴിഞ്ഞിട്ടാണ് അവള്, ഞാനിതിലില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം വരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ റൂൾ 231 റൂൾ 1, 2, 3 പഠിച്ച ആളുകൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. when all personal pronouns are plural, നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാം സിംഗുലർ ആണെങ്കിൽ റൂൾ 231 ആണ്. ഇനി അടുത്തത് ഗിൽട്ട്, ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം സമ്മതിക്കലാണെങ്കിൽ 1, 2, 3 ആണ്. കൂടാതെ പ്ലൂറൽ ആണെങ്കിൽ, എല്ലാം പ്ലൂറൽ ആണെങ്കിലും 1, 2, 3 ആണ്. അതായത് വി, യു ആൻഡ് ദേ. വി ഫസ്റ്റ് പേഴ്സൺ ആണ്, യു സെക്കൻഡ് പേഴ്സൺ ആണ്, ദേ തേർഡ് പേഴ്സൺ ആണ്. ഇതെല്ലാം പ്ലൂറലാണ്. എല്ലാം പ്ലൂറൽ ആകുമ്പോൾ 1, 2, 3 ആണ്. വി, ഞങ്ങളും നീയും അവരും വിൽ ഗോ ടു ദ പിക്നിക്കിന് പോകും. വി ആൻഡ് യു വിൽ അറേഞ്ച് ദ പേയ്മെൻറ്റ്. ഞങ്ങളും നീയും പേയ്മെൻറ്റ് അറേഞ്ച് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ. യു ആൻഡ് ദേ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ അതവിടെ വരുമായിരുന്നു. മനസ്സിലായില്ലേ? യു ആൻഡ് ദേ ആർ സപ്പോസ്ഡ് ടു വിൻ. നീയും അവരും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 25 ഒന്ന് ആൻസർ ചെയ്തേ. വിച്ച് സെന്റൻസ് ഫോളോസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ദ പേഴ്സണൽ പ്രൊനൗൺ? താഴെ പറഞ്ഞാൽ കറക്റ്റ് ഓർഡർ ഏതായിരിക്കും? ഷീ, ഐ ആൻഡ് യു ആർ സ്റ്റുഡൻസ്. യു, ഷീ ആൻഡ് ഐ ആർ സ്റ്റുഡൻസ്. ഐ, യു ആൻഡ് ഷീ ആർ സ്റ്റുഡൻസ്. ഷീ, യു ആൻഡ് ഐ ആർ സ്റ്റുഡൻസ്. തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണവും സിംഗുലർ ആണ്. മാത്രമല്ല ഇത് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവും ആണ് സിംഗുലറുമാണെങ്കിൽ ഒരു സംശയം വേണ്ട, റൂൾ 231 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ യു, ഷീ ആൻഡ് ഐ, ഓപ്ഷൻ ബി ആണ് ശരി. ഇത് 2, ഇത് 3, ഇത് ഐ എന്ന് പറയുന്ന 1. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ.